ഗൾഫ് മാധ്യമം വീക്കെൻഡ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒമാനിലെ മത്രയിലെ മീൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് മലയാളികളടക്കം ഒരുപാട് പേർ ഇവിടെ മീൻ വാങ്ങാൻ എത്തിയിട്ടുണ്ട്. വില കുറച്ച് മീനിനെ കിട്ടുമെന്നും ബാർഗെയിൻ ചെയ്ത് അതിന്റെ വില പിന്നെയും കുറക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വളരെ റീസണബിൾ ആണ്, വില കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് മീൻ കിട്ടും. നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ പോകുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. നമ്മളിപ്പോൾ വന്ന ഒരു 3-4 ദിവസത്തേക്കുള്ള ഒന്നിച്ച് വാങ്ങിയിട്ട് പോവും. അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതി. ഇന്നിപ്പോൾ വാങ്ങിയത് അയിലയുണ്ട്, നെത്തോലിയുണ്ട്, പിന്നെ ഒന്ന് കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തും കിട്ടും. ഇവിടെ നല്ല വില കുറവാണ്, വില ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും മെയിൻ കാര്യം ഫ്രഷ് മീൻ കിട്ടും ഇവിടെ. എൻ്റെ പേര് അഖിൽ, നാട്ടിൽ പത്തനംതിട്ടയാണ്. ഞങ്ങളെല്ലാവരും പത്തനംതിട്ടയാണ്. എൻ്റെ പേര് ജോൺസൺ. ഞാൻ മസ്കറ്റ് വന്നിട്ട് 24 കൊല്ലമായി. ഞങ്ങൾ വരുന്ന സമയത്ത് തൊട്ട് ഇവിടെ ഈ മാർക്കറ്റ് വരാറുണ്ട്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വരും മീൻ മേടിക്കാനായിട്ട്. ഇവിടെ ഫ്രഷ് മീൻ കിട്ടും. ബെസ്റ്റ് മാർക്കറ്റ്, നല്ല മനുഷ്യർ. ഒമാനികളാണെങ്കിൽ അതിനേക്കാളും നല്ല മനുഷ്യർ, നല്ല മീൻ. ये बारकून का डालेगा, ये टून भी है, ये टून भी है. हाँ क्या बोलेगा हमारे पास भी डालेंगे परवाह नहीं. वो फोटो कर देंगे फिर क्या मार പൊതുവെ ഒമാനികളാണ് ഇവിടെ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോകുന്നത്. കടലിൽ പോകുന്ന മുക്കുവന്മാർ മീനുമായിട്ട് എത്തുന്ന സ്ഥലമാണ് ഇവിടെ. മീൻ കൊണ്ടുവരുന്ന അതേ സമയത്ത് തന്നെ ഇവിടുന്ന് ആളുകൾ വാങ്ങി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്നാണ് മീൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇവിടെയും കാഴ്ചക്കാർ ഏറെയാണ്. It's tuna and it may be weight around 70 to 80 kilograms like this. This is the biggest one today. Yeah, and this is like part-time. We are working just in holidays. We are coming to catch fish like this. Yeah. Isa Muhammad Arujayb.